ഏവർക്കും എ പ്രോഗ്രസീവ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 20-ാം നൂറ്റാണ്ടിനെ സ്വാധീനിച്ച മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മസനോബു ഫുക്കുവാക്ക. ദ വൺ സ്ട്രോ റെവല്യൂഷൻ എന്ന തൻ്റെ വിഖ്യാതമായ പുസ്തകത്തിലൂടെ അദ്ദേഹം ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുക തന്നെ ചെയ്തു. കാർഷിക രംഗത്തെ പുതിയ ആശയമായിരുന്നു ഒറ്റ വൈക്കോൽ വിപ്ലവം എന്നത്. സാമ്പത്തികമായി അന്നേവരെ കൃഷി രംഗത്ത് ചെയ്തു വന്നിരുന്ന പലതും ഒറ്റ വൈക്കോൽ വിപ്ലവത്തിൻ്റെ ആശയത്തോടെ തച്ചുടയ്ക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ജൈവ കൃഷി രീതികളുടെ പ്രകൃതിദത്ത മാർഗങ്ങളുടെ പ്രവാചകനായിരുന്നു ഫുക്കുവാക്ക. ഒറ്റ വൈക്കോൽ വിപ്ലവത്തിൽ ഫുക്കുവാക്ക പറഞ്ഞു വയ്ക്കുന്നത് ആധുനിക കൃഷിരീതിയിലെ ദുരന്തങ്ങളെ പറ്റിയാണ്. സ്വാഭാവിക കൃഷിരീതിയിലേക്ക് ലോകം മടങ്ങേണ്ടതിനെ പറ്റിയാണ്. പ്രകൃതിദത്തമായ രീതികളിലൂടെ നാം കൈവരിക്കേണ്ട സന്തുലനാവസ്ഥയെ പറ്റിയാണ്. പ്രകൃതിയുടെ പാഠങ്ങളും മൂല്യങ്ങളും ഉൾക്കൊണ്ടുള്ള കൃഷിരീതിയാണ് ഫുക്കുവാക്ക വിഭാവനം ചെയ്യുന്നത്. ആധുനിക കൃഷിരീതിയിൽ ലാഭം മാത്രം മുൻനിർത്തിയുള്ള ഈ പ്രവണതയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതിനെ പറ്റിയാണ് അദ്ദേഹം നമ്മെ ഉണർത്തുന്നത്. 4 കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മണ്ണിനെ ഉഴുതുമറിക്കേണ്ട കാര്യമില്ല. രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല. കളകൾ ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയ്ക്കും സ്ഥാനമില്ല. രാസവളങ്ങളും കീടനാശിനികളും മണ്ണിന് ആവശ്യമില്ല. കൃഷി സ്വാഭാവികമായ പ്രക്രിയയാകണം. മണ്ണിന് മണ്ണിൻ്റെതായ ജൈവമണ്ഡലങ്ങളും സ്രോതസ്സുകളുമുണ്ട്. അതിന് അതിൻ്റെതായ ഉൽപാദന ശക്തികളുണ്ട്. അതനുസരിച്ച് വേണം കാർഷിക രംഗത്തെ അഭിമുഖീകരിക്കാൻ. പ്രകൃതിയോടൊത്തിണങ്ങി ജീവിക്കേണ്ടതിനെ പറ്റി അദ്ദേഹം ഊന്നി പറയുന്നു. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഋതുക്കൾക്കനുസരിച്ച് കൃഷി ഇറക്കണം. മണ്ണിൻ്റെ ഘടനയും കാലാവസ്ഥയുമൊക്കെ പരിശോധിച്ച് വിളകൾ ഇറക്കണം. നമ്മുടെ ഭക്ഷണ രീതികളും പ്രകൃതിയോട് ഇണങ്ങുന്നതായിരിക്കണം. കൃത്രിമമായ ഭക്ഷണങ്ങളും ശീലങ്ങളും വലിയ ദുരന്തത്തിലേക്ക് മാനവരാശിയെ കൊണ്ടെത്തിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് തരുന്നു. ലളിതമായ സ്വാഭാവികമായ ഭക്ഷണം, അതും പ്രാദേശികമായി സംലഭ്യമായ ഭക്ഷണം നാം ശീലിക്കേണ്ടതുണ്ട്. ഭക്ഷണ രീതികളെപ്പറ്റി ഏറെ കുട്ടിഘോഷിക്കുന്ന വ്യവസായ വിപ്ലവങ്ങളെപ്പറ്റി, നാം ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഉത്കടാഭിലാഷങ്ങളെപ്പറ്റി, വിദ്യാഭ്യാസ രീതികളെപ്പറ്റി, ലക്ഷ്യങ്ങളെപ്പറ്റി, സ്ഥിരമൂല്യങ്ങളെപ്പറ്റി, സുസ്ഥിരതയെപ്പറ്റിയൊക്കെ തൻ്റെ പുസ്തകത്തിൽ ഉടനീളം അദ്ദേഹം വാചാലനാകുന്നുണ്ട്. പുസ്തകത്തിലെ ചില ഖണ്ഡികകൾ, വാക്യങ്ങൾ നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. The consumer's willingness to pay high prices for food produced out of season has also contributed to the increased usage of artificial growing methods and chemicals. Until there is a reversal of the sense of values, which cares more for size and appearance than for quality, there will be no solving the problem of food pollution. Produce grown in an unnatural way satisfies people's fleeting desires, but weakens the human body and alters the body chemistry so that he is dependent upon such foods. Growing fruit without applying chemicals, using fertilizer or cultivating the soil involves less expense, and the farmer's net profit is therefore higher. As for the consumer, the common belief has been that natural food should be expensive. If it's not expensive, people suspect that it is not natural food. 1913 ഫെബ്രുവരി 2 ഇയോ എന്ന സ്ഥലത്താണ് ഫുക്കുവാക്ക ജനിച്ചത്. വിദ്യാസമ്പന്നനും പ്രാദേശിക നേതാവും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. സമ്പന്നമായ കുടുംബ പശ്ചാത്തലത്തിലാണ് ഫുക്കുവാക്ക വളർന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം മൈക്രോബയോളജിസ്റ്റായാണ് ഫുക്കുവാക്ക കാർഷിക രംഗത്തേക്ക് കടന്നത്. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ആധുനിക രീതിയിലുള്ള കൃഷി ജപ്പാനിൽ പ്രചുര പ്രചാരം നേടി. അതോടെ കൃഷിക്കാരുടെ അധ്വാനം കുറഞ്ഞു. നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു പോകുന്ന പ്രകൃതി വളങ്ങൾ രാസവളങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു. അതോടെ മണ്ണിന്റെ വളക്കൂറ് നഷ്ടമായി തുടങ്ങി. വൻതോതിലുള്ള ഉൽപാദന പ്രക്രിയ ജപ്പാനിൽ നിലവിൽ വന്നു. പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നവർ പോലും ഒന്നുകിൽ കൃഷി നിർത്തി വ്യാവസായിക കേന്ദ്രങ്ങളിലേക്ക് ചേക്കേറുകയോ അല്ലെങ്കിൽ വൻകിട ഉൽപാദനത്തിന് രാസവള കേന്ദ്രീകൃതമായ രീതികൾ അവലംബിക്കുകയോ ചെയ്തു തുടങ്ങി. ഇത്തരം സാമൂഹിക ചലനങ്ങൾ സാക്കൂതം വീക്ഷിച്ചിരുന്ന ഫുക്കുവാക്ക ഇതിലടങ്ങിയിരിക്കുന്ന ആപത്തിന്റെ ആഴം മനസ്സിലാക്കാൻ തുടങ്ങി. തന്റെ 25-ാം വയസ്സിൽ ജോലി രാജിവെച്ച്
തന്റെ പൈതൃക വീട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരിക്കൽ ഒരു വയലിൻ അരികിലൂടെ പോവുകയായിരുന്ന അദ്ദേഹം അവിടുത്തെ പുല്ലിനും കളയ്ക്കുമിടയിൽ നല്ല കരുത്തുള്ള നെൽച്ചെടികൾ കണ്ടു. അതൊരു വേറിട്ട കാഴ്ചയായിരുന്നു. പുതിയ കാർഷിക ദർശനം അത് മനസ്സിൽ ഉണ്ടാക്കി. മണ്ണിനെയും മനുഷ്യനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കാർഷിക സംസ്കാരം പ്രചാരം നേടിയിരുന്ന അന്നത്തെ പല രീതികളെയും ചിന്താധാരകളെയും അത് മാറ്റിമറിച്ചു. വിപ്ലവകരമായ ഒരു സമീപനമായിരുന്നു അത്. പലരും സംശയിച്ചു, നെറ്റിച്ചുളിച്ചു, പ്രായോഗികമല്ലെന്ന് വിധിയെഴുതി. ഭൂമി ഉഴുതുമറിക്കാതെ, നെൽക്കണ്ടങ്ങളിൽ വെള്ളം കെട്ടി നിർത്താതെ, യന്ത്രങ്ങളും രാസവളങ്ങളും ഉപയോഗിക്കാതെ ലാഭകരമായി കൃഷി ചെയ്യാമെന്ന് ഫുക്കുവാക്ക പരീക്ഷിച്ചറിഞ്ഞു. അദ്ദേഹം അത് വെറും സിദ്ധാന്തമായി അവതരിപ്പിക്കുകയല്ല ചെയ്തത്. പ്രത്യുത സ്വന്തം കൃഷിയിടത്തിലും ചുറ്റുവട്ടത്തുള്ള കൃഷിഭൂമികളിലും പരീക്ഷിച്ചറിഞ്ഞ് വിജയിപ്പിച്ച് കാണിക്കുകയും ചെയ്തു. അതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പരീക്ഷണമായിരുന്നു അത്. കാർഷിക വിപ്ലവം. ജൈവ കൃഷി സമ്പ്രദായങ്ങളുടെ പ്രവാചകൻ താൻ കണ്ടെത്തിയ അറിവുകൾ, അനുഭവങ്ങൾ, നിരീക്ഷണങ്ങൾ തന്റെ 62-ാം വയസ്സിൽ പുസ്തക രൂപത്തിലാക്കി. 1975 പ്രസിദ്ധീകരിച്ച ആ ഗ്രന്ഥമാണ് കാർഷിക രംഗത്ത് വിപ്ലവം ജനിപ്പിച്ച ദി വൺ സ്ട്രോ റെവല്യൂഷൻ അഥവാ ഒറ്റ വൈക്കോൽ വിപ്ലവം. 1975 ജാപ്പനീസ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഈ കൃതി 1978 ആദ്യമായി ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത്. താൻ അനുഭവിച്ചറിഞ്ഞ പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകാൻ 1979 മുതൽ അദ്ദേഹം സുദീർഘമായ യാത്രകൾ നടത്തി. അമേരിക്കയും യൂറോപ്പും ആഫ്രിക്കയും ഇന്ത്യയും ഒക്കെ പലതവണ സന്ദർശിച്ചു. ഒട്ടേറെ രാജ്യങ്ങളിലെ ക്ലാസുകളിലും ശില്പശാലകളിലും പങ്കെടുത്തു. കൃഷിരീതികൾ നേരിട്ട് അവതരിപ്പിച്ചു. ഒട്ടേറെ കൃഷിഭൂമികളിൽ വിത്തിറക്കി. പ്രകൃതിദത്ത സംവിധാനങ്ങളെ, ജൈവ കൃഷി രീതികളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. 2008 ഓഗസ്റ്റ് മാസം 16 തന്റെ 95-ാം വയസ്സിലാണ് ഫുക്കുവാക്ക ഈ ലോകത്തോട് വിട പറയുന്നത്. ഇതിനോടകം തന്നെ അദ്ദേഹം പരിചയപ്പെടുത്തിയ ഷിസെൻ നോഹോ അഥവാ നാച്ചുറൽ ഫാമിംഗ് എന്ന സങ്കല്പം ലോകത്തിലെങ്ങും പരന്നിരുന്നു. കാർഷിക രംഗത്തെ പുതിയ ചിന്തകളോടൊപ്പം തന്നെ ലളിത ജീവിതത്തിന്റെ സാർത്ഥകതയും അദ്ദേഹം വിരചിച്ചു. കാർഷിക സംസ്കാരത്തിന്റെ ധന്യതയും വിശുദ്ധിയും മൂല്യങ്ങളും ലോകമെങ്ങും പരക്കണമെന്ന് ഫുക്കുവാക്ക അതിയായി ആശിച്ചിരുന്നു. പുതിയ ലോകക്രമം ലാഭത്തിന്റെയും മത്സരങ്ങളുടേതുമാകാം. ഇത്തരം വേഗക്രമത്തിൽ ഫുക്കുവാക്കയെ പോലൊരാളുടെ ജീവിത ചിത്രം നൽകുന്ന വെളിച്ചവും പ്രത്യാശയും ചെറുതല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.